ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ടോവിനെ കൊണ്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം യുണൈറ്റഡ് ആട്ടോ. സോ യുണൈറ്റഡ് ടൂർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ടൂറിന് പോകണം. പുള്ളി പുറകെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ യുണൈറ്റഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ടേ ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാനാണ് പോകുന്നത്. ടിക്കറ്റ്, സ്റ്റേഡിയം ടൂർ, കാര്യങ്ങളെല്ലാം. അപ്പോൾ കാണാം. ഇപ്പോൾ നമ്മുടെ ARMൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്. സോ ഇൻ്റർനാഷണൽ പ്രീ ലോഞ്ച് യൂറോപ്യൻ ഡ്രീംസ് ആണ് ഇവിടെ നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ARMൻ്റെ ലോഞ്ച് അല്ലെങ്കിൽ പ്രൊമോഷൻ യുണൈറ്റഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞങ്ങളുടെ ക്രൂവിൽ കുറച്ച് പേർക്ക് ഭയങ്കര ആഗ്രഹം, എനിക്കും സ്പെഷ്യലി. സോ ഹാർട്ട് മാഞ്ചസ്റ്റർ എന്ന് പറയുമ്പോൾ ഡെവിൾസ് ആണല്ലോ നമ്മുടെ മനസ്സിൽ വരുന്നത്. സോ ഞാൻ നേരെ കൊണ്ടുപോയത് നമ്മുടെ യുണൈറ്റഡിലാണ്. സോ അവർ യുണൈറ്റഡ് മൊത്തമായിട്ട് മ്യൂസിയം ടൂറും അതിനൊപ്പം തന്നെ ഗ്രൗണ്ട് ടൂറും കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അവരും എൻജോയ് ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രൊമോഷൻ പരിപാടിയുടെ ഭാഗമായിട്ട് പല രാജ്യങ്ങളിലൂടെ കറങ്ങി വരുന്നത് കൊണ്ട് തന്നെ നല്ല ടയേർഡാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് ടൂർ മുഴുവനായിട്ട് നമുക്ക് പകർത്താനായിട്ട് സാധിച്ചില്ല. ഞങ്ങളൊരു പകുതി ആയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെയും കുറേ പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ആ ദിവസം. അതിനൊപ്പം തന്നെ ഭയങ്കര ടയേർഡാണെന്ന് തന്നെ നമുക്കറിയാനായിട്ട് സാധിച്ചു. സോ മാക്സിമം യുണൈറ്റഡിൽ കയറ്റുക, യുണൈറ്റഡ് ഒന്ന് കാണിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരാഗ്രഹം. സോ യുണൈറ്റഡിൽ നമ്മൾ അകത്തേക്ക് കൊണ്ടുവന്നു. മാക്സിമം ഗ്രൗണ്ട് ടൂറും കാര്യങ്ങളും മ്യൂസിയം എല്ലാം കാണിച്ചു. എല്ലാവരും തന്നെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആഗ്രഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ARMൻ്റെ പോസ്റ്റർ റിവീൽ ചെയ്യുക എന്നുള്ളതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവിടെ ആ മാച്ച് ഡേയുടെ ദിവസം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പോസ്റ്റർ റിവീൽ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതുമാത്രമല്ല, നമ്മൾ സെക്യൂരിറ്റിയുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചപ്പോഴും അതിനുള്ളൊരു പോസിബിലിറ്റി കുറവാണെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ യുണൈറ്റഡ് അകത്ത് കാണിക്കുക എന്നുള്ളതാണ്. മാഞ്ചസ്റ്റർ വന്നിട്ട് യുണൈറ്റഡ് കാണാതിരിക്കാൻ സാധിക്കില്ല. അതുമാത്രമല്ല, നമ്മൾ സിറ്റി ടൂറും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യുണൈറ്റഡ് ഇറങ്ങി തന്നെ അത്യാവശ്യം നേരം വൈകി. അപ്പോൾ അതുകൊണ്ട് തന്നെ സിറ്റി ടൂർ നമുക്ക് പോകാനും സാധിച്ചില്ല. പിന്നെ അത് അവർ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് തന്നെ സിറ്റി ടൂർ നമുക്ക് സാധിച്ചില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും അവർ വരുന്ന ദിവസങ്ങളിൽ ഇല്ലെങ്കിൽ ഈ വരുന്ന മാസങ്ങളിൽ തിരിച്ചെത്തുന്നുണ്ട്. നമ്മളിവിടെയുള്ള ഫുട്ബോൾ ക്ലബ്ബുകളും കാര്യങ്ങളെല്ലാം അവർക്ക് കാണിച്ചു കൊടുക്കാനും കാര്യങ്ങളെല്ലാം നമുക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ അടുത്താണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഓരോ ക്ലബ്ബുകളും നമ്മൾ കാണിച്ചു കൊടുത്തിരിക്കും. സോ ഇപ്രാവശ്യം യുണൈറ്റഡ് ഫാൻസിന് അവർ വളരെ ഹാപ്പി ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ യുണൈറ്റഡ് കാണിച്ചു. ഞങ്ങളെല്ലാവരും ഞാൻ ആദ്യമായിട്ട് യുണൈറ്റഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും യുണൈറ്റഡിൻ്റെ മ്യൂസിയം ടൂറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടില്ല. ചെയ്യണമെന്ന് കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ചെയ്യാൻ സാധിച്ചില്ല. അത് ഇങ്ങനൊരു അവസരത്തിൽ ചെയ്യാൻ കിട്ടിയതിൽ ഞാൻ വലിയ ഭാഗ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ ടോവിയുടെ ഒപ്പം തന്നെ യുണൈറ്റഡ് കണ്ട് കറങ്ങാനും അവരോടൊപ്പം തന്നെ മാക്സിമം കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. സോ അവരും ഹാപ്പി, ഞാൻ അതിലേറെ ഹാപ്പി. അതിനെല്ലാത്തിനുപരി യൂറോപ്യൻ ഡ്രീംസിന് ആ ഒരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾ ശരിക്കും ഹാപ്പിയായി. കാരണം ഞാൻ ഏകദേശം 10-40ഓളം സ്റ്റുഡൻസിനെ കൂടെ നിർത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്തത്. ഒരു കാര്യവും ഒരു പൈസയും ഇല്ലെങ്കിൽ ഒരു ഫെയിമോ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ചെയ്ത പരിപാടിയൊന്നുമല്ല. ഇത് അവർക്കൊരു ഭാവി, ഇനി വരുന്ന പ്രൊജക്ട്സ് കാര്യങ്ങളെല്ലാം അവർക്കൊരു ഭാവി ആവും എന്നുള്ളത് തന്നെ കരുതി തന്നെയാണ് നമ്മൾ ചെയ്തത്. അത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ ചെയ്തു. അതിനെല്ലാത്തിനുപരി ഇപ്പോൾ ടോവി ആണെങ്കിലും നമ്മുടെ ഡയറക്ടർ ജിതിൻലാൽ ആണെങ്കിലും അരുൺ ചേട്ടനാണെങ്കിലും അതുപോലെ തന്നെ മോൻസി ചേട്ടനാണെങ്കിലും നമ്മുടെ സുരഭി ചേച്ചി ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് വന്നു. നമ്മുടെ പ്രോഗ്രാം നല്ല രീതിയിൽ തന്നെ അത് വിജയിപ്പിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിനെല്ലാത്തിനും കാരണം നമ്മളുടെ ഹാർഡ് വർക്ക് കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ പിള്ളേരുടെ ബാക്ക് സപ്പോർട്ട് ശരിക്കും ഇല്ലാതെ നമുക്കൊരിക്കലും ഈ കാര്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. സോ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു ലെങ്ത്തുള്ള വീഡിയോ ഒന്നുമല്ല, വളരെ ചെറിയൊരു വീഡിയോയിലൂടെ നമുക്ക് ഈ ഒരു പരിപാടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കാരണം യുണൈറ്റഡ് മെയിൻ സ്റ്റേഡിയം നമ്മൾ കാണിച്ചു, അതിനൊപ്പം തന്നെ നമ്മൾ ഫോട്ടോസും എടുത്തു. ഒടുവിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ യുണൈറ്റഡിനോട് തൽക്കാലത്തേക്ക് വിട പറഞ്ഞിരിക്കുകയാണ് ഗൈസ്.